പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഇന്നലെ പോസ്റ്റ് ഇട്ടായിരുന്നു യൂട്യൂബിൽ ടിപ്സ്, അതായത് സബ്സ്ക്രൈബ് കൂടാനോ വ്യൂസ് വർദ്ധിപ്പിക്കാനോ പറ്റിയ ഒരു പ്രത്യേകത. സബ്സ്ക്രൈബ് കൂടാൻ തന്നെയാണ്. ലൈവിലും പറ്റും, നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏപ്രിലോ ഫെബ്രുവരിയിലോ നമുക്ക് 500 സബ്സ്ക്രൈബ് അടിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെയാണ് ബുദ്ധിമുട്ടി ഉള്ളവരാണ്. ഏറ്റവും ശ്രദ്ധ വേണ്ടത് ടൈറ്റിൽ, കണ്ടൻറ്റ്. അതായത് വീഡിയോ ഇപ്പോൾ അതിനകത്ത് അതിനകത്ത് ബന്ധപ്പെട്ടൊരു ടൈറ്റിൽ കൊടുക്കണം. അതായത് ഇപ്പം നിങ്ങളൊരു പൂച്ചയുടെയോ വേറെ പെറ്റിൻ്റെയൊക്കെ ഇതിട്ടുമ്പോഴേക്കും നിങ്ങളിപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, നിങ്ങൾ ഈ പൂച്ചയെ കണ്ടോ, പൂച്ച അവസാനം എന്താണ് ചെയ്തതെന്ന് കണ്ടോ, ഇങ്ങനെയൊക്കെ ടൈറ്റിലിട്ടാൽ ആൾക്കാർക്ക് അവസാനത്തെ ടൈറ്റിലൊക്കെ ഇട്ട കുഴപ്പമില്ല, ഫുൾ ഇടായിരിക്കും. ആൾക്കാർക്ക് അവസാനം ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഫുള്ള് കണ്ടാൽ നമുക്ക് വ്യൂസ് കിട്ടും. അങ്ങനെ മില്യൺ വരെ വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബും കിട്ടും. അതെ. അടുത്തത് കൃത്യമായ കമൻറ്റുകൾക്ക് മറുപടി പറയണം. എല്ലാ കമൻറ്റിനും മറുപടി പറയണം. അത് ചിലർക്കുള്ള സ്വഭാവം. കമൻറ്റ് വായിച്ചില്ലെങ്കിൽ അവരെ അൺസബ് ചെയ്തിട്ട് പോകും. അപ്പം കമൻറ്റ് വായിക്കുമ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ എല്ലാവരും റിപ്ലൈ കൊടുക്കുക. കൂടുതലായിട്ട് ഇച്ചിരി സന്തോഷമൊക്കെ വരും. ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ അത് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തത് ഈ ടൈറ്റിലുണ്ടല്ലോ, അത് ശ്രദ്ധേയമായിരുന്നു. അതായത് സ്പെല്ലിങ് തെറ്റ് പോയി വരാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു വന്ന നേരത്തെ ഈ ലവ് ചിഹ്നം ഇങ്ങനെ ഇമോജിക്ക് ഇടുമല്ലോ, അത് അവരെ ഇഷ്ടത്തോളം കൂടി താല്പര്യം ഉണ്ടാക്കി വരാൻ വേണ്ടി നിങ്ങൾ ആ റിപ്ലൈ ആയിട്ട് കൊടുക്കണം. അല്ലാതെ അവരിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം റിപ്ലൈ കൊടുക്കില്ല. അങ്ങനെ എടുത്താൽ നിങ്ങൾ സബ് പിന്നെയും കുറഞ്ഞുകൊണ്ടേ പോകും. പിന്നെ 2026 പുതിയ നിയമം വരുന്നുണ്ട്. ഒരു ദിവസം ഒരു വീഡിയോ ഇടാവൂ. കാര്യം 1000-ന്റെ പുറത്ത് വ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു വീഡിയോ ഇടാൻ പാടുള്ളൂ. 2-ലോ 3-ലോ 4-ലോ ചിലർ എതിരെ വേഗം മോണിറ്റൈസ് ആകാൻ വേണ്ടി, വാച്ച് അവർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, 4 വീഡിയോ ഇടും. എന്തിന് ഒന്നും കിട്ടില്ല. ചിലവരൊക്കെ 2 വീഡിയോ അത്ര ഇട്ടാൽ മതി. പക്ഷെ 2-ഓ 1-ഓ അത്ര ഇട്ടാൽ മതി. 2026 കുറേ നിയമം വരുന്നുണ്ട്. അത് ചുമ്മാ ഇരിക്കില്ലേ. അടുത്തത് അവസാനം വീഡിയോ തുടങ്ങുമ്പോഴും അവസാനമായി ഞാൻ എപ്പോഴും പറയുന്നത് സബ് ചെയ്യുക. അത് എല്ലാവരും പറയുക. വീഡിയോയുടെ തുടക്കവും അവസാനവും നിങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സബ് ഇനിയും കൂട്ടാൻ സഹായിക്കും. നിങ്ങൾ 500 സബ് കഴിഞ്ഞ് എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യാട്ടോ. അതുപോലെ നേരത്തെ പറയണത് കമൻറ്റ് വായിക്കണം. പിന്നെ തുടർച്ചയായ പോസ്റ്റിങ്. ചിലവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ വീട്ടിലിട്ടാൽ യൂട്യൂബിൽ ഭ്രാന്ത് പിടിക്കും. അവസാനം പിന്നെ ആരെയും കോപ്പി അടിച്ചിട്ടാൽ അപ്പോഴേ കോപ്പറേറ്റ് അടിച്ച് പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. 100 സബിന് താഴെയുള്ളവർ എത്ര പേരുണ്ട്, അവർ ശ്രദ്ധിക്കുക. ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് 50 സബ്. പിന്നെ ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കണം. പിന്നെ ഷോർട്സ് ഇടണം. ആരെയും കോപ്പി അടിച്ചിട്ട് സ്ട്രൈക്ക് വാങ്ങിച്ചിട്ട് പോയി ലൈവ് ഇട്ടാൽ യൂട്യൂബ് സമ്മതിക്കില്ല. പിന്നെ ഡയലോഗ്സ് ഒക്കെ. പിന്നെ ലൈവ് ഇടണം. എന്നെക്കുറിച്ച് ആൾക്കാർക്ക് ലൈവ് ഇടണമെങ്കിൽ ഫോണിലെ സെറ്റിങ്സ് ആദ്യം വയസ്സ് കൂട്ടി വയ്ക്കണം. എന്നാൽ മാത്രമേ അതുകൊണ്ടാണ് ലൈവ് വെച്ചത്. അപ്പോൾ യൂട്യൂബ് കണ്ടുപിടിക്കും നിങ്ങൾക്ക് 16 വയസ്സ് വേണം എന്നാലും ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലരുണ്ട് കൊച്ചുകുട്ടികൾക്ക് ലൈവ് ഇടണമാണല്ലോ.
ആ അപ്പം ഞാൻ 50 സബ്സ്ക്രൈബറാ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവ് ഓടണം. അടുത്തത് ഒരു പ്രധാനമായ കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊച്ചു പിള്ളേരെ സൗണ്ട് പോലും ആ ലൈവ് ചെയ്യുന്നതിനിടയിൽ വെച്ച് കാണരുത്. ഏജ് പറഞ്ഞൂടാ, സ്ട്രൈക്ക് വരും. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. കുഞ്ഞുമക്കളുടെ അടുത്ത് വെച്ചിരുന്ന് എല്ലാ ലൈവ് മുതിർന്നവർ ലൈവ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങൾ പണി തരാതെ നോക്കിക്കോ. കുഞ്ഞുങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കരയും. പിന്നെ അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ പിന്നെ തംബ്നെയിൽ നല്ല തന്നെ ഇടണം. അതായത് ആൾക്കാർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയുള്ള തംബ്നെയിൽ ഇട്ടാൽ അവർക്ക് ഈ വീഡിയോ എന്തുകൊണ്ട് ഇങ്ങനെ അവർക്കൊരു ടെൻഡൻസി വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാനുള്ള ഇത് വരും. പിന്നെ നിങ്ങൾക്ക് പുതിയ അറിവ് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും. ഞാൻ പറയുന്നതാണ്, അറിവുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ടാൽ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും. പക്ഷേ എന്നെപ്പോലത്തെ ചാനലുകളിൽ ഇട്ടാൽ പറ്റില്ല. 1K സബ് ഉള്ളവർ വേണം. 1K ഒരു 800 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു കയറി പോകും. അപ്പം ഇത്രയൊക്കെയുള്ള ടിപ്സ്. പിന്നെ എത്ര പേരുണ്ട് വേറുള്ളവരെ കോപ്പി അടിച്ച് ഇപ്പുറത്തിടുക. ലോഗോ സ്ട്രൈക്ക് മാത്രമല്ല കോപ്പിറൈറ്റും കിട്ടും. ഒരു പാട്ടിൻ്റെ ഇപ്പം ഞാൻ ഒരു ദിവസം എനിക്കൊന്നും അറിയില്ലായിരുന്നു. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്നൊരു ഗെയിം ഞാൻ കളിച്ചായിരുന്നല്ലോ പണ്ട് കളിച്ചതിനന്ന് ഒരു ബാസ് എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് അതിനകത്ത് ചേർത്തിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ അതിൽ ചേർത്തിരിക്കുന്നു. യൂട്യൂബ് ഇടാൻ പറ്റിയ ഒരു ഗെയിമല്ല സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. യൂട്യൂബിൽ സൗണ്ട് കുറച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കാം. പക്ഷേ ഈ യൂട്യൂബിൽ സൂപ്പർ മാർക്കറ്റിലെ പാട്ടുണ്ടല്ലോ, ആ പാട്ട് കാരണം ഈ യൂട്യൂബിൽ കോപ്പിറൈറ്റ് അടിക്കുക എവിടെയും കൊണ്ട് അടിച്ചും കിട്ടും. പിന്നെ അടുത്തത് ഇതാരും കേൾക്കാതെ ഇരിക്കലേ അവസ്ഥ ഉള്ളതുകൊണ്ടാണ്. അപ്പം അടുത്തത് പ്രധാനമായ കാര്യമാണ്. യൂട്യൂബിൽ വീഡിയോ എടുപ്പോൾ ചില കോപ്പി അടിച്ചോ, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടാത്തതാണ്. അതായത് അവർ ലോഗോ താഴെ എടുപ്പുണ്ടാവും. അവിടെ നമ്മളെ പേരെ കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഉടമസ്ഥൻ വീടില്ലേ, അപ്പോൾ ഒരു കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്നൊരു ഓപ്ഷൻ കിട്ടിയിട്ട് ആരാണ് കോപ്പി അടിച്ചതെന്ന് നോക്കിയിട്ട് ഇവർക്ക് കോപ്പിറൈറ്റ് ഒരു അടി എടുത്തത്. യൂട്യൂബ് ആ ചാനൽ ഡിലീറ്റ് ചെയ്യും. വീടൊക്കെ ഇപ്പോൾ ലൈവ് ചെയ്യാനുള്ള സ്ട്രൈക്ക് വരുന്നത്, ഇനി യൂട്യൂബിൽ വീടിടാൻ പറ്റും സ്ട്രൈക്ക് വരും. അപ്പം ആ അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഇൻസ്റ്റയും കുഴപ്പമുണ്ട്, പക്ഷെ ലോഗോ അത് മാറ്റിയാൽ മതി. പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് വീഴാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഒരു ദിവസത്തിൽ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ വീഡിയോ ഇടാൻ വൈകുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി നടത്തുന്നത് ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ